ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് ഇൻ ജാവ ആണ്. അപ്പോൾ ജാവയിൽ നമ്മൾ ഫങ്ഷൻസിനെ മെത്തേഡ്സ് എന്നാണ് പൊതുവെ പറയാറ്. അപ്പം ഇതൊരു സ്പെസിഫിക് ടാസ്കിനെ പെർഫോം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്ലോക്ക് ഓഫ് കോഡ് ആണ്. അതുപോലെ ഇത് റിയൂസബിൾ ആണ്. നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ ആ ഒരു സമയത്ത് നമുക്കിത് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിന്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ, അതായത് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഒരു കോഡിനെ ഓർഗനൈസ് ചെയ്യാനും അതുപോലെ തന്നെ റീഡബിലിറ്റിയുടെയും മോഡുലാരിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, സോ മെത്തേഡ് ഡിക്ലറേഷനകത്ത് നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുവാണ്. അതായത് നമ്മുടെ മെത്തേഡ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതിനകത്ത് ഉൾപ്പെടുന്നത് നമ്മുടെ വിസിബിലിറ്റി, റിട്ടേൺ ടൈപ്പ്, നെയിം, ആർഗ്യുമെന്റ്സ്, ഇതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ ഇതാണ് മെത്തേഡിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ, ഒരു ആക്സസ് മോഡിഫയർ ഉണ്ടായിരിക്കും, റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, ബോഡി. ഒരു എക്സാമ്പിൾ നോക്കുക. പബ്ലിക് ഇൻറ്റ് സം ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി, കേർലി ബ്രേസസ് ഓപ്പൺ, മെത്തേഡ് ബോഡി. അപ്പൊ ഇതിൽ പബ്ലിക് എന്ന് പറഞ്ഞതായിരിക്കും ആക്സസ് മോഡിഫയർ, ഇൻറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ ടൈപ്പ്, സം എന്ന് പറയുന്നത് മെത്തേഡ് നെയിം, ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി എന്ന് പറയുന്നത് ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, നമ്മുടെ മെത്തേഡ് ബോഡി ആയിരിക്കും ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 6 കോമ്പോണൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ടും ഒരു മെത്തേഡ് ഹെഡറിനകത്ത് യൂസ് ചെയ്യുക. അപ്പൊ മെത്തേഡ് ഹെഡർ എന്ന് പറഞ്ഞാൽ ആക്സസ് മോഡിഫയർ അല്ലെങ്കിൽ ആക്സസ് സ്പെസിഫയർ, റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, പാരാമീറ്റേഴ്സ്, ലിസ്റ്റ്, മെത്തേഡ് സിഗ്നേച്ചർ, ഇതെല്ലാം കൂടിയാണ് നമ്മൾ മെത്തേഡ് ഹെഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓരോ നോക്കാം. ഏതൊക്കെയാണ് ഈ ഒരു 6 കോമ്പോണൻസ് എന്ന് പറഞ്ഞാൽ. മെത്തേഡ് സിഗ്നേച്ചർ. അപ്പൊ മെത്തേഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് നെയിമും ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്, ഇത് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതിനെയാണ് നമ്മൾ മെത്തേഡ് സിഗ്നേച്ചർ എന്നുകൊണ്ട് പറയുന്നത്. അതായത് ഒരു മെത്തേഡ് ഡിക്ലറേഷൻ ഒരു പാർട്ടാണ്. ഇപ്പൊ എല്ലാ മെത്തേഡിനും ഒരു മെത്തേഡ് സിഗ്നേച്ചർ ഉണ്ടായിരിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആക്സസ് മോഡിഫയർ അല്ലെങ്കിൽ ആക്സസ് സ്പെസിഫയർ എന്ന് നമ്മൾ പറയുന്നു. അതായത് നമ്മുടെ മെത്തേഡിന്റെ ടൈപ്പിനെ ആക്സസ് ചെയ്യിക്കുന്നതാണ്. ഇപ്പം ജാവയ്ക്കകത്ത് മെയിൻ ആയിട്ട് നമുക്ക് 4 ആക്സസ് സ്പെസിഫയർ ആണ് ഉണ്ടായിരിക്കുക: പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, ഡീഫോൾട്ട്. പബ്ലിക് എന്ന് പറഞ്ഞാൽ എല്ലാ ക്ലാസ്സസിനും അത് ആക്സസിബിൾ ആയിരിക്കും. പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഏത് ക്ലാസ് ആണോ അതിൽ മാത്രമേ ആക്സസിബിൾ ആയിരിക്കുകയുള്ളൂ. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ സെയിം പാക്കേജിനുള്ളിലോ അല്ലെങ്കിൽ ഡിഫറെന്റ് പാക്കേജിന്റെ സബ് ക്ലാസ്സസിലോ ഉള്ളതിൽ ആക്സസിബിൾ ആയിരിക്കുന്ന മെത്തേഡാണ്. അപ്പൊ അത് നമ്മുടെ ഔട്ടർ ക്ലാസ്സസിൽ ഇത് പോസിബിൾ ആയിരിക്കുകയില്ല. നെക്സ്റ്റ് ഡീഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ആക്സസ് സ്പെസിഫയറും നമ്മുടെ മെത്തേഡ് ഡിക്ലറേഷനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എങ്കിൽ ജാവ ഒരു ഡീഫോൾട്ട് ആക്സസ് സ്പെസിഫയറിനെ യൂസ് ചെയ്യും. അതാണ് ബൈ ഡീഫോൾട്ട് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പം ഇത് എല്ലാ പാക്കേജസിലും ഇത് എന്തായിരിക്കും, വിസിബിൾ ആയിരിക്കും. ഇനി മൂന്നാമത്തെ റിട്ടേൺ ടൈപ്പ്. അപ്പൊ റിട്ടേൺ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്, ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അത് നമ്മുടെ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്ന ഒരു ഡാറ്റ ടൈപ്പ് ആണ്. അപ്പം ഇതിനകത്ത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ് കാണാം, ഒബ്ജക്റ്റ് കാണാം, കളക്ഷൻ കാണാം, വേർഡ് കാണാം, അങ്ങനെ പലതും കാണാൻ സാധിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മളൊരു വേർഡ് കീവേഡ് ആയിരിക്കും യൂസ് ചെയ്യുക. നെക്സ്റ്റ് മെത്തേഡ് നെയിം. അപ്പൊ മെത്തേഡ് നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു മെത്തേഡിന് കൊടുക്കുന്ന ഒരു നെയിം ഉണ്ടല്ലോ, അതാണ് മെത്തേഡ് നെയിം എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, സം ആണ്. സോ സം വിൽ ബി ദ മെത്തേഡ് നെയിം. അപ്പൊ ഈ മെത്തേഡ് നെയിം നമ്മൾ എഴുതുമ്പോഴേക്കും നമ്മൾ ഏത് ഫങ്ഷണാലിറ്റീസ് ആണോ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കാണുന്നത് സമ്മേഷൻ ആണ്. അപ്പൊ നമ്മൾ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സ് ആണ് ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് വേണം നമ്മൾ മെത്തേഡ് നെയിം ആയിട്ട് നമ്മൾ കൊടുക്കാനാണ്. അതും ഒരു യുണീക്ക് നെയിം ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ അഡീഷൻ ആണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം, സം എന്ന് നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് ലിസ്റ്റ്. അതായത് ഈ ഒരു പാരാമീറ്റേഴ്സ് ലിസ്റ്റ് നമ്മളൊരു കോമ ഇട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഒരു പാരന്തസിസിനുള്ളിലായിരിക്കും നമ്മൾ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് ഡാറ്റ ടൈപ്പും കാണും, വേരിയബിൾ നെയിമും കാണും. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റ് എ കോമ ഇൻറ്റ് ബി, ഇതാണ് ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ്. ഇവിടെ എന്തൊക്കെ കാണാൻ വേണ്ടി സാധിക്കും, ഡാറ്റ ടൈപ്പും കാണാം, ഒരു വേരിയബിൾ നെയിമും കാണാം. അപ്പൊ ഇതിനകത്ത് പാരാമീറ്റേഴ്സ്, ഈ ഒരു മെത്തേഡിനകത്ത് നമ്മൾ പാരാമീറ്റേഴ്സ് പാസ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇത് എംപ്റ്റി ആക്കി ഇട്ടാൽ മതി. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ മെത്തേഡ് ബോഡി. അപ്പൊ നമ്മൾ ഏത് ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത്, ഇപ്പം ഫോർ എക്സാമ്പിൾ അഡീഷൻ ആണെങ്കിൽ ആ അഡീഷന്റെ ഫംഗ്ഷനാലിറ്റി എവിടെ നമ്മൾ എഴുതണം, ഈ ബോഡിക്കുള്ളിൽ വേണം എഴുതാനായിട്ട്. അത് എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഏതായിട്ടായിരിക്കണം, ഒരു പെയർ ഓഫ് കേർലി ബ്രേസസിന്റെ ഉള്ളിലായിരിക്കണം നമ്മളിത് കൊടുക്കാനായിട്ട് ചെയ്യേണ്ടത്. അപ്പം ഇത്രയാണ് നമ്മളൊരു മെത്തേഡ് ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.
അപ്പം ഇത് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. സോ ഈ ഒരു ഫിഗറിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഇൻ ജാവ. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പാണ് വരുന്നത്, പ്രീ ഡിഫൈൻഡ് മെത്തേഡും യൂസർ ഡിഫൈൻഡ് മെത്തേഡും. പ്രീ ഡിഫൈൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാവ ക്ലാസ് ലൈബ്രറിക്കകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ള മെത്തേഡ്സ് ആണ് പ്രീ ഡിഫൈൻഡ് മെത്തേഡ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊരു ലെങ്ത് കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, ലെങ്ത് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോൾ ചെയ്യുകയാണ്. സോ അത് എന്താണ്, ലെങ്ത് ഓഫ് വിൽ ബി ദ എന്തായിരിക്കും, ഒരു പ്രീ ഡിഫൈൻഡ് മെത്തേഡ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു പ്രീ ഡിഫൈൻഡ് മെത്തേഡ് അവിടെ കോൾ ചെയ്യുമ്പോൾ നമ്മുടെ എന്താണ്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോഡ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലെങ്ത് വരുന്നുണ്ട്, ഈക്വൽസ് വരുന്നുണ്ട്, SQRT ഒക്കെ വരുന്നുണ്ട്. അതുപോലത്തെ എക്സാമ്പിൾ ആണ് math.random, math.py, പൈ വാല്യൂ ഒക്കെ നമ്മൾ റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ്, അതായത് യൂസറോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമറോ എന്താണ് എഴുതുന്ന ഒരു മെത്തേഡാണ്. അതാണ് യൂസർ ഡിഫൈൻഡ് മെത്തേഡ്, നമ്മളായിട്ട് എഴുതുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഈ ഒരു മെത്തേഡ് നമുക്ക് മോഡിഫൈ ചെയ്യാം, നമ്മുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, മോഡിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ എക്സാമ്പിൾ ആണ് സേ ഹലോ, ഗ്രീറ്റ്, സെൻഡ് നെയിം, ഇതൊക്കെ നമ്മൾ തന്നെ കൊടുക്കുന്ന എന്താണ് മെത്തേഡ്സ് ആണ്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ഇൻ ജാവ. ഇപ്പൊ നമുക്ക് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചില കുറച്ച് ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാനായിട്ടുള്ള ആവശ്യം വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ നടക്കുന്നത്, ഈ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു മെയിൻ മെത്തേഡിൽ നമുക്ക് സ്ട്രിംഗ് ആർഗ്യുമെന്റ്സിനെ കമാൻഡ് ലൈനിൽ നിന്ന് സ്ട്രിംഗ് ആർഗ്യുമെന്റ്സ് നമുക്ക് റിസീവ് ചെയ്യാനായിട്ട് പറ്റുന്നു. നമുക്കൊരു ഈസി വേ തന്നെ ഇത് നമുക്ക് എന്താ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാര്യം ഇത് സ്ട്രിംഗ് ഓഫ് അറേസിലായിരിക്കും ഇത് പാസ് ചെയ്ത് വിടുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ജാവ ഗീക്സ് ഹലോ വേൾഡ് എന്ന് പറയുവാണെങ്കിൽ, ഗീക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെത്തേഡ് നെയിം ആണ്, ഹലോ വേൾഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് ആണ്. അപ്പം ഈ ഹലോയും വേൾഡും എന്ത് ചെയ്യും, ഒരു ജാവ വെർച്വൽ മെഷീൻസ് അതിനെ കളക്ട് ചെയ്യും, എന്നിട്ട് ഇതിനെ ഒരു അറേ ഓഫ് സ്ട്രിങ്സ് ആയിട്ടായിരിക്കും പാസ് ചെയ്ത് വിടുക. ആ സ്ട്രിങ്സിനെ നമ്മൾ ആർഗ്സ് എന്ന് വിളിക്കും. അപ്പൊ ഇതിൽ ഫസ്റ്റ് ഹലോ എന്ന് പറയുന്നത് 0യിലേക്കും വേൾഡ് എന്ന് പറയുന്നത് 1ലേക്കും ആയിരിക്കും നമുക്ക് അത് പാസ് ചെയ്യുക. സോ നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ എന്തിനാണ് ഈ കമാൻഡ് ലൈൻസ് ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡൈനാമിക് ഇൻപുട്ട്. ഇപ്പൊ നമുക്കൊരു ഡൈനാമിക് ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ കമാൻഡ് ലൈൻസ് ഒക്കെ യൂസ് ചെയ്യാം. അതായത് നമുക്ക് എന്താണ് ഒരു മോഡിഫിക്കേഷൻ, നമ്മുടെ സോഴ്സ് കോഡിൽ മോഡിഫിക്കേഷൻ വരാതെ തന്നെ നമുക്ക് ഡൈനാമിക് ഇൻപുട്ടിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു കമാൻഡ് ലൈൻ വഴി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡീബഗിങ്ങും ടെസ്റ്റിങ്ങും വരുന്ന സമയത്ത്, നമ്മുടെ ഈ ഒരു കോഡ് ഡെവലപ്മെന്റ് ചെയ്യുന്ന ടെസ്റ്റിംഗ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഈ ഒരു കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഡിഫറെന്റ് സിനാരിയോസിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ആ കോഡിനെ റീകമ്പൈലിംഗ് ചെയ്യാതെ തന്നെ നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി ഇത് വളരെ ഈസി ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ് നമ്മൾ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ്. ഇപ്പൊ ഒരു പെയറിംഗ് ഓഫ് അറേസിന് മൾട്ടിപ്പിൾ മെത്തേഡ്സിന് പകരം നമ്മളൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നു, അതാണ് വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു മെത്തേഡ് വേരിയങ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെ, ഒരു സ്പെസിഫൈഡ് ടൈപ്പ് ഉള്ള വേരിയങ് നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജാവ 5-ലായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഇത് ഡിക്ലെയർ ചെയ്യുന്നത് പറഞ്ഞാൽ 3 ഡോട്ട് വെച്ചിട്ടാണ് ഇത് നമ്മൾ ഡിക്ലറേഷൻ ചെയ്യുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരു സിൻടാക്സ് നോക്കുകയാണെങ്കിൽ, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് ഫൺ ഓഫ് ഇൻറ്റ് 3 ഡോട്ട്സ് 3 ഡോട്ട്സ് എ. ഇപ്പം ഇങ്ങനെയാണ് നമ്മളൊരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പൊ ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൈപ്പാണ്, ഡാറ്റ ടൈപ്പാണ്. ഇത് എ എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് ആണ്. അപ്പൊ ഇതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു മെത്തേഡ്, ഒരു വേരിയബിൾ ലെങ്തിൽ ഒരു മെത്തേഡ് കോൾ ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്താണ് ഇൻഡിവിജ്വൽ ആർഗ്യുമെന്റ്സ് നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ 0 to 1 2 3 4 അങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആർഗ്യുമെന്റ്സ് നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ കോഡ് റീഡബിലിറ്റി, ഫ്ലെക്സിബിലിറ്റി, സിംപ്ലിസിറ്റി, ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ബെനിഫിറ്റ്സ് എന്നുകൊണ്ട് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, നമ്മളിവിടെ ഒരു സമ്മേഷൻ ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലാസ് ഡിക്ലെയർ ചെയ്തു, അതിനുശേഷം മെയിൻ മെത്തേഡ് നമ്മൾ ചെയ്തു ഇൻറ്റ് 3 ഡോട്ട്സ് നമ്പേഴ്സ്.
അപ്പം നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക, ഇതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ സമ്മ് കാണാൻ വേണ്ടി പോവുകയാണ്. ഫസ്റ്റ് നമ്മൾ 0 ആക്കി ഇനീഷ്യലൈസ് ചെയ്തു, അതിനൊരു ലൂപ്പിലേക്ക് ഇട്ടു, ഇൻറ്റ് നമ്പേഴ്സ് ടോട്ടൽ പ്ലസ് ഈസ് ഈക്വൽ ടു നമ്പർ. ഇവിടെ നമ്മൾ അഡീഷൻ സമ്മേഷൻ കാണുവാണ്, എന്നിട്ട് ടോട്ടൽ റിട്ടേൺ ചെയ്തു. ഇനി നമ്മളിവിടെ കൊടുത്തേക്കുന്ന ഒരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സ് ആണ്, അതായത് നമ്പേഴ്സ് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അതാണ് നമ്മുടെ വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്, നമ്പേഴ്സ് ആണ്. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്യുവാണ്. സം ഓഫ് 2 നമ്പേഴ്സ് പ്ലസ് സം ഓഫ് 10,20. ഇപ്പൊ 10,20 എന്ന് പറയുന്നത് ഏത് വരും, ഈ നമ്പേഴ്സിനുള്ളിലേക്ക് അത് പോകും. സോ ഇവിടെ നമ്മൾ ഇൻറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഈ 10ഉം 20ഉം ഇങ്ങോട്ടേക്ക് പാസ്സാകും, എന്നിട്ട് അതിന്റെ ടോട്ടൽ അവിടെ കാണും. ഇപ്പൊ 3 നമ്പേഴ്സ് ആണെങ്കിലോ 5, 50, 25, ഇത് മൂന്നും ഇങ്ങോട്ടേക്ക് പാസ്. അപ്പൊ എത്ര തവണ, അത് 4, 5, 6 എത്ര പാരാമീറ്റേഴ്സ് ആണ്, എത്ര ആർഗ്യുമെന്റ്സ് ആണെങ്കിലും ഏതിൽ വരും, ഈ ഒരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ്സിലേക്ക് ഇത് പാസ്സാകും. ഇത് എക്സാമ്പിൾ ആയിട്ട് 2ന്റെയും കാണിച്ചിട്ടുണ്ട്, 3, 5. അപ്പൊ എത്ര നമ്പർ നമ്മൾ കൊടുത്താലും ഈ നമ്പേഴ്സിനുള്ളിലേക്ക് അത് പോകും, എന്നിട്ട് ഇവിടെ അതിന്റെ സമ്മേഷൻ അവിടെ കാണും. അപ്പൊ ഇങ്ങനെയാണ് ഒരു വേരിയബിൾ ലെങ്ത് ആർഗ്യുമെന്റ് വർക്ക് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നോക്കുന്നത് ജാവ ക്ലാസ്സസ് ആണ്. അപ്പൊ ജാവ എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതായത് ജാവയിലുള്ള എല്ലാ വസ്തുക്കളും എല്ലാം എന്തിനോട് അസോസിയേറ്റഡ് ആയിരിക്കും, ക്ലാസ്സസിനോടും ഒബ്ജക്ട്സിനോടും അസോസിയേറ്റഡ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന് ഒരു ആട്രിബ്യൂട്ട്സും മെത്തേഡ്സ് ഒക്കെ കാണും. സോ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ബ്ലൂ പ്രിന്റ് ആണ് എന്ത് ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഇതിന്റെ സിന്റാക്സ് ആണ് എഴുതിയിരിക്കുന്നത്, പബ്ലിക് ക്ലാസ് മെയിൻ. സോ മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ക്ലാസ് നെയിം ആണ്. ഇനി അതിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ്, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്, ഇൻറ്റ് x ഈസ് ഈക്വൽ ടു 5. സോ ഇങ്ങനെയാണ് നമ്മളൊരു ക്ലാസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ജാവ ഫയൽസിന്റെ നെയിം ഇപ്പോഴും ഈ ക്ലാസ് നെയിമിനോട് മാച്ച് ആകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ടൈപ്പ് ഓഫ് ക്ലാസ് വേരിയബിൾസ്. അപ്പൊ നമുക്ക് 3 ടൈപ്പാണ് വരുന്നത്, ലോക്കൽ വേരിയബിൾ, ഇൻസ്റ്റൻസ് വേരിയബിൾ, ക്ലാസ് വേരിയബിൾ. ലോക്കൽ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു മെത്തേഡ്സിന്റെ ഉള്ളിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിന്റെ ഉള്ളിലായിരിക്കും നമ്മൾ ഡിഫൈൻ ചെയ്യുക. അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് വേരിയബിൾ. അതായത് ഇവിടെ നമ്മൾ വേരിയബിൾ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ക്ലാസ്സിനുള്ളിലായിരിക്കും, പക്ഷെ ഒരു മെത്തേഡിന്റെ പുറത്തായിരിക്കും. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ ക്ലാസ് വേരിയബിൾ. അപ്പൊ ക്ലാസ് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ അത് ഡിക്ലെയർ ചെയ്യുന്നത് ക്ലാസ്സിന്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും, പക്ഷെ മെത്തേഡിന്റെ ഔട്ട്സൈഡ് ആയിരിക്കും ഒരു സ്റ്റാറ്റിക് കീവേഡ് ഇതിന് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഇൻസ്റ്റൻസും ക്ലാസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസേ ഉള്ളൂ. ക്ലാസ് വേരിയബിൾ ഒരു സ്റ്റാറ്റിക് കീവേഡ് വെച്ചിട്ടായിരിക്കും, കീവേഡും കൂടി ഉണ്ടായിരിക്കും ഈ മെത്തേഡിന്റെ പുറത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോഴേക്കും. ഇത്രയാണ് ടൈപ്പ് ഓഫ് ക്ലാസ് വേരിയബിൾ എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അബ്സ്ട്രാക്ട് ക്ലാസ്. അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതിന് പകരം അത് മറ്റൊരു ക്ലാസ്സിൽ നിന്ന് സബ് ക്ലാസ്സസ് ആയിട്ട് എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അബ്സ്ട്രാക്ട് ക്ലാസ്സസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് ഒരു അബ്സ്ട്രാക്ട് കീവേഡ് വെച്ചിട്ടായിരിക്കും. സോ ഇതിങ്ങനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ് എഴുതുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ് ഷേപ്പ്, അതായത് അബ്സ്ട്രാക്ട് ക്ലാസ് നെയിം ആണ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ, ഇൻറ്റ് കളർ, പിന്നെ നമ്മൾ ഒരു അബ്സ്ട്രാക്ട് ഫംഗ്ഷൻ എഴുതുവാണ്. അതായത് ഡ്രോ എന്ന് പറയുന്നതായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അതായത് മറ്റൊരു ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇനി അബ്സ്ട്രാക്ട് ക്ലാസ്സസിന് കുറച്ച് കീ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് അതിന്റെ ഫസ്റ്റ് പറഞ്ഞാൽ ഡിക്ലറേഷൻ. അപ്പൊ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അബ്സ്ട്രാക്ട് കീവേഡ് വെച്ചിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്യുക. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു സബ് ക്ലാസ്സസിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് വെച്ചിട്ടായിരിക്കും. പിന്നെ ഇതിലൊരു കൺസ്ട്രക്ടേഴ്സ് കാണും. അതായത് നമ്മുടെ ഒരു സബ് ക്ലാസ് ക്രിയേഷന്റെ ആ ഒരു സമയത്തായിരിക്കും നമ്മളൊരു കൺസ്ട്രക്ടർ അവിടെ യൂസ് ചെയ്യുക. പിന്നെ ഒരു ആക്സസ് മോഡിഫയർ കാണും, അതായത് പബ്ലിക്, പ്രൊട്ടക്റ്റഡ്, അതുപോലെ തന്നെ പ്രൈവറ്റ്, ഇങ്ങനെയുള്ള ആക്സസ് മോഡിഫയർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലി ആയിട്ടായിരിക്കും ഇത് നമ്മൾ ഡിഫൈൻ ചെയ്യുക. ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ
ഇങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അബ്സ്ട്രാക്ട് ക്ലാസ് ആനിമൽ വിൽ ബി ദ അബ്സ്ട്രാക്ട് ക്ലാസ് നെയിം. അതിനുശേഷം ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു അബ്സ്ട്രാക്ട് മെത്തേഡിന് ബോഡി ഉണ്ടായിരിക്കുകയില്ല. അബ്സ്ട്രാക്ട് വോയിഡ് മേക്ക് സൗണ്ട്. ഇങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി അതിനുശേഷം നമ്മളൊരു കോൺക്രീറ്റ് മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതായത് കോൺക്രീറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു നെയിം, റിട്ടേൺ ടൈപ്പ്, ഒരു ബോഡിയൊക്കെ കാണും. സോ വോയിഡ് സ്ലീപ്പ്, സിസ്റ്റം ഡോട്ട് ഔട്ട്, പ്രിന്റ് ln സ്ലീപ്പിംഗ്. ഇനി അടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അബ്സ്ട്രാക്ട് മെത്തേഡ് സബ് ക്ലാസ്സസ് ആണ്. ക്ലാസ് ഡോഗ് എക്സ്റ്റെൻസ് ആനിമൽസ്. അതായത് ഈ ഒരു ക്ലാസ് നമ്മുടെ ഒരു ആനിമൽ, എക്സ്റ്റെൻസ് ആനിമൽ എന്നുള്ള എഴുതിയേക്കാണ്. അപ്പം നമ്മുടെ ആനിമൽ എന്ന് പറയുന്ന ഇതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യുവാണ്. അതുപോലെ തന്നെ അബ്സ്ട്രാക്ട് മെത്തേഡ് ആയിട്ടുള്ള മേക്ക് സൗണ്ട് എന്ന് പറഞ്ഞതിനുള്ള ഇംപ്ലിമെന്റേഷൻസ് ഒക്കെ ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുവാണ്. വോയിഡ് മേക്ക് സൗണ്ട് ഓഫ് പ്രിന്റ് ചെയ്യേണ്ടത് ഡോഗ് ബാഗ്സ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യിപ്പിച്ചു. ഇനി മെയിൻ മെത്തേഡിലേക്ക് വരുവാണ്. മെയിൻ മെത്തേഡിനകത്ത് നമ്മൾ ഈ ഒരു ടോക്കിന് വേണ്ടിയുള്ള ഒരു ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ഈ മേക്ക് സൗണ്ടും ഈ സ്ലീപ്പ് ഓഫും ഇത് രണ്ടിനും നമ്മളിവിടെ കോൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ താഴെ നമ്മൾ നോക്കുക, പബ്ലിക് ക്ലാസ് മെയിനകത്ത് നമ്മൾ സ്ട്രിങ് അറേയ്സ്ഡ് ഒക്കെ പാസ് ചെയ്തു. ആനിമൽ എ ഈസ് ഈക്വൽ ടു ന്യൂ ഡോഗ്. ഇപ്പം ന്യൂ ഡോഗ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ എവിടെ കോൾ ചെയ്തു? ആനിമൽ എ ഈസ് ഈക്വൽ ടു ന്യൂ ഡോഗ് കോൾ ചെയ്തു. ഇപ്പോൾ എയിലുള്ളത് ന്യൂ ഡോഗ് ഫംഗ്ഷൻസ് ആണ്. എ ഡോട്ട് മേക്ക് സൗണ്ട് കൊടുക്കുകയാണെങ്കിൽ എ ഡോട്ട് മേക്ക് സൗണ്ട് എന്ത് പ്രിന്റ് ചെയ്യിക്കും? മേക്ക് സൗണ്ടിന് ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? ഡോഗ് ബാഗ്സ്. അപ്പോൾ അതായിരിക്കും പ്രിന്റ് ചെയ്യിക്കുക. എ ഡോട്ട് സ്ലീപ്പ് കൊടുക്കുകയാണെങ്കിലോ ഈ ഒരു കോൺക്രീറ്റ് മെത്തേഡ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നതായിരിക്കും പ്രിന്റ് ചെയ്യുക. സോ ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്. നമ്മൾ ഇങ്ങനെയാണ് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് അവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് ഇതിൽ സ്വന്തമായിട്ട് ഒരു ഒബ്ജക്റ്റിനൊന്നും സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഈ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിന്. പകരം മറ്റൊരു ക്ലാസ്സിന്റെ മറ്റൊരു ക്ലാസ്സിന്റെ സബ് ക്ലാസ്സസിനൊക്കെ എടുത്തിട്ട് അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇന്റർഫേസസ്. ഇന്റർഫേസസ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ക്ലാസ്സസ് തന്നെയാണ്. അപ്പോൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് അബ്സ്ട്രാക്ട് മെത്തേഡ് ഫൈനൽ ഫീൽഡ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് സിൻടാക്സ് എന്ന് പറഞ്ഞത്. ഇന്റർഫേസ് നെയിം വേണം, വേരിയബിൾ ഡിക്ലറേഷനും മെത്തേഡ് ഡിക്ലറേഷനും വേണം. വേരിയബിൾ ഡിക്ലറേഷൻ പറഞ്ഞാൽ വേരിയബിളിനകത്ത് ഷുഡ് ബി ഫൈനൽ ആയിരിക്കണം. അതുപോലെ മെത്തേഡ് ഡിക്ലറേഷനകത്ത് മെത്തേഡ് ഷുഡ് ബി അബ്സ്ട്രാക്ട് ആയിരിക്കണം. ഇനി ഒരു ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഇംപ്ലിമെന്റ്സ് കീവേഡ് ആയിരിക്കും യൂസ് ചെയ്യുക. And the last topic is Java microservices. അപ്പോൾ Java microservices എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് സ്മോൾ ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻസ്, നമ്മൾ ജാവയിൽ എഴുതിയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്മോൾ ഇൻഡിപെൻഡന്റ് ആപ്ലിക്കേഷൻസിനെല്ലാം കൂടി നമ്മൾ ഒരുമിച്ചാക്കി ഒരു ലാർജ് സിസ്റ്റം ആയിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓരോ മൈക്രോ സർവീസസിനും അതിൻ്റെതായിട്ടുള്ള ഒരു സ്പെസിഫിക് ലിമിറ്റഡ് സ്കോപ്പ് ഉണ്ടായിരിക്കും. പിന്നെ അത് സ്വന്തം പ്രോസസ്സിൽ തന്നെയായിരിക്കും അത് റൺ ചെയ്യുക. ഇനി അത് മറ്റ് സർവീസസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോട്ടോകോൾസ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് എക്സാമ്പിൾ ആയിട്ട് HTTP, മെസ്സേജിങ്, ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റ് പ്രോട്ടോകോൾസ് വെച്ചിട്ടായിരിക്കും മറ്റ് സർവീസസുമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ വേണ്ടി സ്പ്രിംഗ് ബൂട്ട്, JC ആൻഡ് സ്വാഗർ, ഇതൊക്കെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ജാവ ഫ്രെയിംവർക്സ് ആണ്. നമ്മളൊരു മൈക്രോ സർവീസസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്രെയിംവർക്സ് ആണ് സ്പ്രിംഗ് ബൂട്ട്, JC ആൻഡ് സ്വാഗർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ മോഡുലാർ ആർക്കിടെക്ചർ. ഇപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻസിന് നമ്മളൊരു സെറ്റ് ഓഫ് ലൂസ്ലി കപ്പിൾഡ് സർവീസസ് ആയിട്ട് തന്നെ നമ്മൾ ബ്രോക്കൺ ചെയ്യുന്നുണ്ട്. ഇനി ഇത് സർവീസസ് ഒക്കെ നമ്മളൊരു പല ഡിഫറെന്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഇൻഡിവിജ്വൽ സർവീസസിനൊക്കെ നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഇൻഡിപെൻഡന്റ്ലി സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. അതാണ് സ്കെയിലബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു സർവീസസ് ഫെയിലർ ആയി കഴിഞ്ഞാൽ മറ്റ് സർവീസസിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. ഇനി ഫ്ലെക്സിബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സർവീസസ് നമുക്ക് മോഡിഫൈ ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് മൈക്രോ സർവീസസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ.